Hello all, welcome to 90 plus. Welcome to CBSE's first personalized chapter model tuition. So today we are going to discuss the exam special material of standard 7 biology chapter reproduction in plants. So reproduction in plants എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എക്സാം സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെയിൻലി ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ ടൈപ്പ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ടൈപ്പ് ആണ് അസേർഷൻ ആൻഡ് റീസണിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ ടൈപ്പ് ആണ് ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നാലാമത്തെ ടൈപ്പ് ആണ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആൻഡ് അഞ്ചാമത്തെ ടൈപ്പ് ആണ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഈ 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പ് എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let us directly move on to the questions. First, we are going to discuss the multiple choice questions. ആദ്യം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ജനറലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും സ്റ്റുഡൻസിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ മാർക്ക് നഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ റീഡ് ചെയ്യാത്തതാണ്. എപ്പോഴും നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 2 തവണ ക്വസ്റ്റ്യൻ വ്യക്തമായി റീഡ് ചെയ്യാം. അതിനുശേഷം അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസും വ്യക്തമായി റീഡ് ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു ഫൈനൽ ആൻസർ കൺക്ലൂഷനിലേക്ക് എത്തുക. ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Seeds of drumstick and maple are carried to long distance by wind because they possess. Options are A. Winged seeds, B. Large and hairy seeds, C. Long and rigid fruits, D. Spiny seeds. സോ ഡ്രംസ്റ്റിക്, മേപ്പിൾ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സിലെ സീഡ്സ് നമുക്കറിയാം ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും അല്ലെ. ലോങ് ഡിസ്റ്റൻസ് അതിനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിൻഡിന്റെ സഹായത്തോട് കൂടിയിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക് ക്യാരി ചെയ്യപ്പെടുന്ന സീഡ്സ് ആണ് ഈ ഡ്രംസ്റ്റിക്കിന്റെയും അതുപോലെ തന്നെ മാപ്പിളുടെയൊക്കെ സീഡ്സ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് പോസിബിൾ ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്? ഡയറക്റ്റ് ആൻസർ ആണല്ലേ. ബിക്കോസ് അതിന്റെ സീഡ് വിൻഡ് സീഡ്സ് ആണ്. വിൻഡ് സീഡ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഈ വിൻഡിന്റെ സഹായത്തോട് കൂടിയിട്ട് ലോങ് ഡിസ്റ്റൻസുകളിലേക്ക് അവരുടെ സീഡ്സിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് വിൻഡ് സീഡ്സ്. Question number 2. Leela observed that a pond with clear water was covered up with a green algae within a week. By which method of reproduction did the algae spread so rapidly? Options are A. Budding, B. Sexual reproduction, C. Fragmentation, D. Pollination. സോ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ലീല എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ഒരു പോണ്ടില് ആൽഗെ മുഴുവനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആൽഗെ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ആൽഗെ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷൻ ആൽഗെ, എങ്ങനെയാണ് ആൽഗെ റിപ്രൊഡ്യൂസ് ചെയ്ത് ഇത്രയും സ്പ്രെഡ് ആയത് എന്നാണ് അവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ആൽഗയുടെ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ എന്നാണ് ആ ക്വസ്റ്റ്യൻ. പക്ഷെ അത് കുറച്ചൊന്ന് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കാം. ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് ഒരു ആൽഗയുടെ മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷൻ ആണോ? അല്ല, അല്ലെ. ബഡ്ഡിംഗ് നമുക്ക് മെയിൻലി ആരിലാണ് കാണാൻ സാധിക്കുക? ഫംഗസിലാണ് അല്ലെ. ഫഞ്ചൈല്, മെയിൻലി ഈസ്റ്റ് പോലത്തെ ഓർഗാനിസംസിലൊക്കെയാണ് നമുക്ക് ഈ ബഡ്ഡിംഗ് മെയിൻലി കാണാൻ സാധിക്കുക. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇത് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക? ഹയർ പ്ലാന്റ്സിലാണ് അല്ലെ. ഹയർ പ്ലാന്റ്സിലാണ് നമുക്ക് മെയിൻലി സെക്ഷൽ റീപ്രൊഡക്ഷന് കാണാൻ സാധിക്കുക. പോളിനേഷൻ,
This is not at all related to reproduction അല്ലേ. റിപ്രൊഡക്ഷനുമായി ബന്ധമുണ്ട്, പക്ഷെ അതൊരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഒന്നും അല്ല. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ് അല്ലെ. പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫറിന് നമ്മൾ പറയുന്ന പേരാണ് പോളിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ. അപ്പൊ പോളിനേഷനും അല്ല. പിന്നെ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ബാക്കിയുള്ളത്. ഏതാണ്? ഫ്രാഗ്മെന്റേഷൻ. ദാറ്റ് ഇസ് ഓപ്ഷൻ സി, ഫ്രാഗ്മെന്റേഷൻ. ഈ ആൽഗെ, ഈ പോണ്ട് മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ ആൽഗയെ സഹായിച്ചത് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ ചാപ്റ്ററിൽ. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഇതൊരു ആൽഗെ ആണെന്ന് വിചാരിച്ചോളൂ. ഇതൊരു ആൽഗെ പ്ലാന്റ് ആണ്. ഇതിങ്ങനെ സ്പ്ലിറ്റപ്പ് ആവും. ഓക്കെ, ഇത് ഒരുപാട് പാർട്ടായിട്ട് സ്പ്ലിറ്റപ്പ് ആവും. ഈ ഓരോ പാർട്ടും എന്തായിട്ട് മാറും? ഓരോ സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് മാറും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. ദ പ്ലാന്റ് വിൽ ബ്രേക്ക് അപ്പ് ഇൻടു ഫ്രാഗ്മെന്റ്സ് ആൻഡ് ഈച്ച് ഓഫ് ദാറ്റ് ഫ്രാഗ്മെന്റ്സ് വിൽ ഡെവലപ്പ് ഇൻടു എ ന്യൂ പ്ലാന്റ്. ഈ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഫ്രാഗ്മെന്റേഷൻ. ഇതാണ് മെയിൻലി നമുക്ക് ഈ ഒരു ആൽഗയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നൗ question number 3. Which of the following parts are involved in sexual reproduction? The parts are 1. Flower, 2. Seed, 3. Fruit, 4. Branch. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫ്ലവർ, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്ലവർ അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്സ് എല്ലാം നടക്കുന്നത് ഫ്ലവറിലാണ്. സോ ഫ്ലവർ ഇസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് സീഡ് അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സീഡ്. ആ സീഡിൽ നിന്നാണ് പിന്നെ പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതും സെക്ഷൽ റീപ്രൊഡക്ഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഫ്രൂട്ട്, ഫ്രൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലേ. ഫ്രൂട്ടും സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു റിസൾട്ട് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. So fruit is also an important part of sexual reproduction, or you can say fruit is also involved in sexual reproduction. പിന്നെ ലാസ്റ്റ് ബാക്കിയുള്ളത് ഏതാണ്? ബ്രാഞ്ച്. ബ്രാഞ്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ആണോ? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചില്ല, ഒരു മരത്തിന്റെ ചില്ല. അതിന് പ്രത്യേകിച്ച് സെക്ഷൽ റീപ്രൊഡക്ഷന് വലിയ റോളൊന്നുമില്ല. സോ ബ്രാഞ്ച് എന്തല്ല? സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗമല്ല. ബാക്കി വരുന്ന എല്ലാ ഓപ്ഷൻസും, അതായത് 1, 2, 3, ഇത് മൂന്നും സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗമായി വരുന്നതാണ്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 1, 2 and 3. Question number 4. The ovaries of different flowers may contain. Options are A, only one ovule. Option B, many ovules. Option C, one to many ovules. D, only 2 ovules. അപ്പൊ ഓവറി, ഫ്ലവറിന്റെ ഓവറി, ഡിഫറെന്റ് ഫ്ലവേഴ്സിന്റെ ഓവറീസില് എത്ര ഒവ്യൂൾസ് ആണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒവ്യൂൾസിന്റെ എണ്ണം, ഓവറീസിനകത്തുള്ള ഒവ്യൂൾസിന്റെ എണ്ണം പ്ലാന്റ്സിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ചില പ്ലാന്റ്സിൽ ഒരൊറ്റ ഒവ്യൂളെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ചില പ്ലാന്റ്സിൽ ഒന്നിൽ കൂടുതൽ ഒവ്യൂൾസ് ഉണ്ടാവും അല്ലെ. ചിലതിൽ 2 ഉണ്ടാവും, ചിലതിൽ 3 ഉണ്ടാവും. സോ അത് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇവിടെ ഏത് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുക? 1 to many ovules. പ്ലാന്റിന്റെ ഓവറിയിലുള്ള ഒവ്യൂൾസിന്റെ എണ്ണം 1 മുതൽ ഒരുപാട് വരെ ആകാം. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, 1 to many ovules. Question number 5. Which of the following statements is or are true for sexual reproduction in plants? So പ്ലാന്റ്സിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, plants are obtained from seeds. Statement 2, 2 plants are always essential. Statement 3, fertilization can occur only after pollination. Statement 4, only insects are agents of pollination. So നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. Plants are obtained from seeds. ശരിയല്ലേ? പ്ലാന്റ്സിനെ എവിടെ നിന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? പുതിയ പ്ലാന്റ് എവിടെ നിന്നാണ് വളർന്നു വരുന്നത്? സീഡ്സിൽ നിന്നാണ് വളർന്നു വരുന്നത്. സോ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം സീഡ്സ് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണത്. 2 plants are always essential. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ബൈസെക്ഷൽ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ.
ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എന്താണ് ഈ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ അർത്ഥം? മെയിലും ഫീമെയിലും റിപ്രൊഡക്റ്റീവ് പാർട്ടും സെയിം ഫ്ലവറിൽ കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് അല്ലെ. ഈ ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ രണ്ട് പ്ലാന്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതിൽ തന്നെ മെയിൽ പാർട്ടും ഉണ്ട്, അതിൽ തന്നെ ഫീമെയിൽ പാർട്ടും ഉണ്ട്. അപ്പൊ ആ മെയിൽ പാർട്ടിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഫീമെയിൽ പാർട്ടിലേക്ക് പോയി അവിടെ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? പുതിയൊരു പ്ലാന്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ സമയത്തും ഓൾവേസ് എസെൻഷ്യൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബൈസെക്ഷൽ ഫ്ലവേഴ്സിന്റെ കേസിൽ എസെൻഷ്യൽ അല്ല. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. കാരണം അത് ഓൾവേസ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്തതുകൊണ്ടാണ് അത് റോങ് ആയത് കേട്ടോ. Now third statement, fertilization can occur only after pollination. ഫെർട്ടിലൈസേഷൻ പോളിനേഷന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് ശരിയല്ലേ? പോളിനേഷന് മുമ്പ് ഫെർട്ടിലൈസേഷൻ നടക്കുമോ? അത് പോസിബിൾ അല്ല. കാരണം പോളിനേഷൻ വഴിയാണ് നമ്മുടെ മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഫ്ലവറിൽ എത്തുന്നത്. അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ രണ്ടും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. സോ എപ്പോഴും ആദ്യം നടക്കുക എന്താണ്? പോളിനേഷൻ ആണ്. പോളൻ ഗ്രെയിൻസ് ഏതെങ്കിലും എയറിലൂടെയോ അല്ലെങ്കിൽ ഇൻസെക്ട്സിലൂടെയോ ഒക്കെ നമ്മുടെ ഫീമെയിൽ പ്ലാന്റിന്റെ സ്റ്റിഗ്മയിൽ എത്തും. വൺസ് അത് സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്ത് ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്യും. ആ പോളൻ ട്യൂബ് നേരെ ഒവറി വരെ എക്സ്റ്റെൻഡ് ചെയ്യും. എന്നിട്ട് ആ പോളൻ ട്യൂബിലൂടെ മെല്ലെ പോളൻ ഗ്രെയിൻസ് ഒവ്യൂളിലെത്തും. അവിടെ വെച്ച് റപ്ചർ ചെയ്തിട്ടാണ് മെയിൽ ഗാമേറ്റ്സിനെ റിലീസ് ചെയ്യുന്നത്. പിന്നീട് ആ മെയിൽ ഗാമേറ്റ് ആണ് നമ്മുടെ ഒവ്യൂളിനകത്തുള്ള ഫീമെയിൽ ഗാമേറ്റുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആയിട്ട് മാറുന്നത്. സോ എപ്പോഴും ഫെർട്ടിലൈസേഷൻ പോളിനേഷന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, only insects are agents of pollination. അതും തെറ്റല്ലേ? ഒരുപാട് ഏജന്റ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട് അല്ലെ. വിൻഡ്, വാട്ടർ, ഇതെല്ലാം ഏജന്റ്സ് ഓഫ് pollination ആണ്. So here the right statements are 1 and 3. So here the correct answer is option A, 1 and 3. Question number 6. The fusion of male and female gametes is called. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. So the options are A, ovulation, B, population, C, pollination, D, fertilization. So fusion of male and female gametes നമ്മൾ എന്താ പറയാ? It is fertilization. So the right answer is option D, fertilization. Question 7. Which among the following have hairs on seed? The options are A, drumstick, B, cotton, C, oak, D, maple. സോ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്ലാന്റിന്റെ സീഡിലാണ് ഹെയർസ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ്. നമ്മൾക്ക് എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ. കോട്ടൺ ആണ് അല്ലെ. കോട്ടണിന്റെ സീഡിലാണ് ഹെയർസ് ഉള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, കോട്ടൺ. ക്വസ്റ്റ്യൻ നമ്പർ 8. Which among the following do not reproduce by vegetative propagation? Options are A, wheat, B, sugarcane, C, rose, D, jasmine. So താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം പ്ലാന്റ്സ് ആണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാത്തത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഇതാണ് ഞാൻ 2 തവണ റീഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഡു നോട്ട് എന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാത്തത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഷുഗർ കെയിൻ, റോസ്, ജാസ്മിൻ. ഇത് മൂന്നും നമുക്ക് ഓൾറെഡി അറിയാം. ഇവരെ മൂന്നിനെയും നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. സ്റ്റെം കട്ടിങ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ മെത്തേഡ്സ് വഴി നമുക്ക് ഷുഗർ കെയിനും റോസും ജാസ്മിനും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്തത്. ആൻഡ് ദാറ്റ് ഈസ് വീറ്റ്. അപ്പൊ വീറ്റ്, റൈസ് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, വീറ്റ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. The mode of vegetative reproduction where scion and stalk are used is called. Options are A, budding, B, grafting, C, cutting, D, layering. So നിങ്ങൾക്ക് സയണും സ്റ്റോക്കും എന്താണെന്ന് അറിയാലോ അല്ലെ. സയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലി ഈ സ്റ്റെം പാർട്ട്, നമ്മളൊരു പ്ലാന്റിൽ നിന്ന് ഒരു സ്റ്റെമ്മിന്റെ പോർഷൻ എടുക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സയോൺ. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ സ്റ്റെം പോർഷൻ കൊണ്ടുവന്ന് ഒരു റൂട്ട് മാത്രമുള്ള ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പൊ ആ റൂട്ട് പോർഷന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ ഇതൊരു റൂട്ടഡ് പാർട്ടാണെന്ന് വിചാരിച്ചോളൂ. ഇതൊരു പ്ലാന്റിന്റെ റൂട്ടഡ് പാർട്ടാണ്. ഇതാണ് എന്റെ സയോൺ. അപ്പൊ ഈ സയോൺ ഞാൻ കൊണ്ടുവന്ന് നേരെ ഈ ഒരു പാർട്ടിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഇത് രണ്ടും പിന്നീട് എന്തായിട്ട് മാറും? ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ട് വളരും. ഈ പ്രോസസ്സ് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ഓപ്ഷൻ ബി, ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗിലാണ് ഇങ്ങനെ നമ്മൾ സയോണും സ്റ്റോക്കും എല്ലാം ഉപയോഗിച്ച് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, grafting. Now question number 10. The female gamete of a flowering plant is present in which part? ഏത് പാർട്ടിലാണ് ഫീമെയിൽ ഗാമേറ്റിലെ ഏത് പാർട്ടിലാണ് അല്ലെങ്കിൽ ദ ഫീമെയിൽ ഗാമേറ്റ് ഫ്ലവറിന്റെ ഏത് പാർട്ടിലാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ എ ഓവ്യൂൾസ്, ബഡ്, ബി ബഡ്സ്, സി പോളൻ, ഡി ആന്തർ. വളരെ ഈസി ആൻസർ ആണ്. ഓവ്യൂൾസിലാണ് നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ovules. Then we have to move on to the next type of question, that is assertion and reasoning based question. So generally assertion and reasoning based questions in directions നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു assertion statementum തന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഒരു reason statementum തന്നിട്ടുണ്ടാകും. സോ നിങ്ങൾ ഈ ഒരു assertionും reason statementum റീഡ് ചെയ്തതിന്റെ ബേസിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യണം. ഓപ്ഷൻസ് ആർ, ഓപ്ഷൻ എ ഈസ് both assertion and reason are true and reason is the correct explanation of assertion. Option B is both assertion and reason are true but reason is not the correct explanation of assertion. Option C is assertion is true but reason is false. Option D is assertion is false but reason is true. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അസേർഷനും റീസണും റീഡ് ചെയ്തതിന്റെ ബേസിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ജനറലി മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് ഈ ഓപ്ഷൻ എയിലും ബിയിലും ആയിരിക്കും. അതായത് ഇവിടെ ബോത്ത് അസേർഷനും റീസണും ട്രൂ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലേ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. സോ ആ ഒരു ഡൗട്ട് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അസേർഷനും റീസണും റീഡ് ചെയ്യുക. എന്നിട്ട് യു ക്യാൻ ആസ്ക് സം ക്വസ്റ്റ്യൻസ്. അപ്പൊ ബോത്ത് അസേർഷനും റീസണും ട്രൂ ആണെങ്കിൽ വൈ, വാട്ട്, ഹൗ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ അസേർഷനോടോ റീസണോടോ നിങ്ങൾ ജസ്റ്റ് ചോദിക്കുക. ആ സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് അസേർഷനോട് നിങ്ങൾ വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന റീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇറ്റ് ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷന് അവോയ്ഡ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മെത്തേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 11, assertion. Vegetative propagation is a method of asexual reproduction in plants. Reason: in asexual reproduction, new plants are obtained without use of seed or spore. So assertion എന്താ പറഞ്ഞിരിക്കുന്നത്? Vegetative propagation is a method of asexual reproduction in plants. Vegetative propagation എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ ഒരു മെത്തേഡ് ഓഫ് asexual reproduction ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? So that is a correct statement. Now we have to check the reason. In asexual reproduction, new plants are obtained without use of seed or spore. Asexual reproductionല് പുതിയ പ്ലാന്റ്സിനെ നമുക്ക് ലഭിക്കുന്നത് സീഡോ സ്പോറോ അതിന്റെ ഒന്നും സഹായമില്ലാതെയാണെന്നാണ് പറയുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? ദാറ്റ് ഇസ് ഓൾസോ എ കറക്റ്റ് statement. ഇനി നിങ്ങൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് asexual reproduction in plants എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട്, സോ ഇവിടെ അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ ഹൗ എന്നോ അല്ലെങ്കിൽ വൈ, ഹൗ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു റീസൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് റീസൺ അല്ലെ? അതിന്റെ ഒരു ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ റീസൺ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദി
correct explanation എന്ന് പറയാം. How vegetative propagation is a method of asexual reproduction in plants എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, because in vegetative propagation also there is no involvement of seed or spore എന്നുള്ള ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് എന്താണ്, they both are correct explanation. Okay. Now question number 12, assertion. Yeast grow and multiply every few hours if sufficient nutrients are available. Reason. When water and nutrients are available, algae grow and multiply rapidly through budding. So assertion എന്താ പറയുന്നത്, ഈസ്റ്റ് ഗ്രോ ചെയ്യുന്നു ആൻഡ് മൾട്ടിപ്ലൈ, ഓരോ ഹവറിലും ഈസ്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ, ഗ്രോയും മൾട്ടിപ്ലൈയും ചെയ്യും, സഫീഷ്യന്റ് ന്യൂട്രിയൻസ് അവൈലബിൾ ആണെങ്കിൽ എന്നാണ് പറയുന്നത്. യെസ്, കറക്റ്റ് ആണ് അല്ലേ. നമ്മൾ ഈ മാവെല്ലാം കൂട്ടി വെക്കുന്ന സമയത്ത് ഇതാ സംഭവിക്കുന്നത് അല്ലെ. ഈസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ പെട്ടെന്ന് മാവ് അത് വികസിക്കും അല്ലെ. അതിന് കാരണം എന്താണ്, ഈസ്റ്റ് വളരുന്നതാണ്, ഈസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് മാവ് അങ്ങനെ വികസിക്കുന്നത്. സോ അതെന്തുകൊണ്ടാണ് അവിടെ നടക്കുന്നത്, അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസും ആ സഫീഷ്യന്റ് ആയിട്ടുള്ള കണ്ടീഷൻസും ഉള്ളത് കൊണ്ടാണ്. സോ assertion correct ആണ്. Then let us read the reason. When water and nutrients are available, algae grow and multiply rapidly through budding. വാട്ടറും ന്യൂട്രിയൻസും അവൈലബിൾ ആകുമ്പോൾ ആൽഗെ വളരും ബഡ്ഡിങ്ങിലൂടെ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഈ ബഡ്ഡിങ് കൂടുതലും ആരാണ് കാണിക്കുന്നത്, ഫംഗസുകളാണ് കാണിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഈസ്റ്റ് പോലത്തെ ഫഞ്ചൈകളാണ് മെയിൻലി ബഡ്ഡിങ് കാണിക്കുന്നത്. ആൽഗെ ബഡ്ഡിങ് കാണിക്കാറില്ല. ആൽഗെ മെയിൻലി ഫ്രാഗ്മെന്റേഷൻ പോലത്തെ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ആണ് കാണിക്കാറുള്ളത് അല്ലെ. So this is a wrong statement. So here assertion is true but reason is false. That is option C. Question number 13, assertion. Parts of pistil are anther and filament. Reason. Bisexual flowers are those which contain both stamen and pistil. So assertion എന്താ പറഞ്ഞിരിക്കുന്നത്, parts of pistil are anther and filament. ആദ്യം എന്താണ് ഈ pistil? പിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ആണല്ലേ. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് പിസ്റ്റിൽ. അതിന്റെ ഭാഗമാണോ ഈ ആന്തറും ഫിലമെന്റും? ഒരിക്കലും അല്ല അല്ലേ. ആന്തർ ഫിലമെന്റും എന്തിന്റെ ഭാഗമാണ്? ദേ ബോത്ത് ആർ പാർട്ട് ഓഫ് സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. ഇത് ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ്. ആ പേരിൽ തന്നെ ഒരു മെൻ ഉണ്ട് അല്ലെ, മെൻ. സോ ദാറ്റ് ഈസ് ദ male reproductive part. Stamen is the male reproductive part. Now reason. Bisexual flowers are those which contain both the stamen and pistil. So ഇവിടെ assertion തെറ്റാണ് അല്ലേ. Reason. Bisexual flowers are those which contain both the stamen and pistil. So bisexual flowers എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ both male and female reproductive part, അതായത് സ്റ്റേമനും പിസ്റ്റലും ഉണ്ടാകും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെ തന്നെയാണ് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. സോ ഹിയർ assertion is false but reason is true. ഇവിടെ assertion false ആണ്, പക്ഷെ reason എന്താണ്? True ആണ്. Now question number 14, assertion. Seeds germinate and form new plants. Reason. A spore germinate and develops into a new individual. സീഡ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? സീഡ്സ് ജെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Now reason. A spore germinate and develops into a new individual. ഒരു സ്പോറ് ജെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നുണ്ട്. അതും കറക്റ്റ് ആണ് അല്ലെ. ഫംഗസ് പോലെയുള്ള ഓർഗാനിസംസിൽ സ്പോറ് ജെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയൊരു പ്ലാന്റ് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ assertion is also correct and reason is also correct. Now we have to check whether they are the correct explanation or not. So നമ്മൾ ഇവിടെ why, what, how ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും ഇതിലെ റീസൺ എന്തായിട്ട് കിട്ടില്ല, ആൻസർ ആയിട്ട് കിട്ടില്ല. ഓക്കെ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇത് നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ആണ് അല്ലെ. സ്പീഡ്സ് ജെർമിനേറ്റ് സീഡ്സിനെ കുറിച്ചാണ് assertion സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ആൻഡ് റീസൺ സ്പോർട്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് കണക്റ്റഡ് അല്ല. സോ ദേ ആർ നോട്ട് ദി കറക്റ്റ് explanation. So that's all about the reason and assertion based questions.
Now we have to move on to the next type of question, that is very short answer type questions. Question number 15. Why is the process of reproduction necessary? എന്തുകൊണ്ടാണ് റീപ്രൊഡക്ഷൻ പ്രോസസ്സ് നെസസറി ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് റീപ്രൊഡക്ഷൻ നെസസറി ആവുന്നത്? വളരെ സിമ്പിൾ ആണല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കണ്ടിന്യൂവേഷൻ ഓഫ് സ്പീഷ്യസ്. ഓരോ സ്പീഷ്യസും ഈ ഭൂമിയിൽ നിലനിന്ന് പോകണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? റീപ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ ഓരോ ആളുകളെയും സ്പീഷ്യസിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് എത്തിക്കുന്നത് അല്ലേ? ഉദാഹരണത്തിന് ഹ്യൂമൻ ബീങ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഈ ജനറേഷനിൽ ഒരു ഹ്യൂമൻ ബീങ്സും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അടുത്ത ജനറേഷനിൽ പിന്നെ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവോ? ഇല്ല. ഈ ജനറേഷൻ കഴിഞ്ഞാൽ അതോടുകൂടി ആ സ്പീഷ്യസ് അവിടെ നിൽക്കും. അപ്പൊ അങ്ങനെ നിൽക്കാതെ സ്പീഷ്യസ് കണ്ടിന്യൂവേഷനെ സഹായിക്കുന്നത് റീപ്രൊഡക്ഷൻ ആണ്. സോ അതാണ് മെയിൻ ഇമ്പോർട്ടൻസ്. പ്രിസർവേഷൻ, പെർപിറ്റുവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് സ്പീഷ്യസിനെ നിലനിർത്താൻ സഹായിക്കുന്നത് റീപ്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സ്പീഷ്യസ്. സ്പീഷ്യസിലെ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഈ റീപ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. Question number 16. If the filament of a Spirogyra is broken into fragments, what will you observe? സ്പൈറോഗൈറയുടെ ഫിലമെന്റ്സ് ഇതേപോലെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ബ്രോക്കൺ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ ഓൾറെഡി ഫ്രാഗ്മെന്റേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഫ്രാഗ്മെന്റേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ലാർജ് ഫ്രാഗ്മെന്റ് ഓഫ് പ്ലാന്റ് ഒരുപാട് പാർട്സ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യും ആൻഡ് ഈച്ച് ഫ്രാഗ്മെന്റ് will develop into a new plant. So സ്പൈറോഗൈറയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. So when the spirogyra is broken into fragments, ആ ഓരോ ഫ്രാഗ്മെന്റും പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. Question number 17. Fungus, moss and fern reproduce by a common method of asexual reproduction. Name the method. ഫംഗസ്, മൂസ്, ഫേൺ ഇവയെല്ലാം ഒരു കോമൺ മെത്തേഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് മെയിൻലി റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡ് ഏതാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഫംഗസ്, moss and fern, they mainly reproduce by spore formation. സ്പോർസ് ഫോം ചെയ്യുന്നത് വഴിയാണ് ഈ ഫംഗസും മൂസും ഫേണും എല്ലാം റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്. സോ ആ സ്പോർ ഫോർമേഷൻ വഴിയാണ് ഈ ഫംഗസും മൂസും ഫേണും എല്ലാം റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. Question number 18. Mention the mode of reproduction in the following plants. A. Spirogyra, B. Yeast, C. Money plant. So ഈ പ്ലാന്റിലൊക്കെയുള്ള മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്പൈറോഗൈറയിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ് അല്ലെ. സ്പൈറോഗൈറ ഒരുപാട് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യും. ആ ഓരോ ഫ്രാഗ്മെന്റും പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളരും. ദാറ്റ് ഈസ് ഫ്രാഗ്മെന്റേഷൻ. ആൻഡ് ഈസ്റ്റില് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ബഡിങ്. ബഡിങ് വഴിയാണ് ഈസ്റ്റ് മെയിൻലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then C is money plant. Money plants mainly reproduce ചെയ്യുന്നത് vegetative propagation എന്ന് പറയുന്ന mode of reproduction വഴിയാണ്. Okay. Now question number 19. Pick the odd one out from the following on the basis of mode of reproduction and give reason for it. The options given are sugarcane, potato, rice, rose. So sugarcane, potato, rice, rose. ഇതിൽ odd one select ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം sugarcane, potato, rose ഇത് മൂന്നും ഏത് മെത്തേഡ് വഴി റിപ്രൊഡ്യൂസ് ചെയ്യും? They three will reproduce by vegetative reproduction. ഇത് മൂന്നും വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ വഴി റിപ്രൊഡ്യൂസ് ചെയ്യാൻ അബിലിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് അല്ലെ. വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ അബിലിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് ഷുഗർ കെയിനും പൊട്ടാറ്റോവും റോസും. അതേസമയം റൈസ്, വീറ്റ് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ദേ ക്യാൻ ബി റിപ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ സെക്ഷൽ മെത്തേഡ്. സെക്ഷൽ മെത്തേഡ് വഴി മാത്രമേ അവർക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഹിയർ the odd one is rice. അതെന്താ അതിന്റെ റീസൺ? ബിക്കോസ് റൈസ് reproduces by sexual method of reproduction. Question number 20. Give one difference between unisexual and bisexual flower.
യൂണിസെക്ഷലും ബൈസെക്ഷൽ ഫ്ലവറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്താണ് അല്ലെ. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് വിൽ കണ്ടെയ്ൻ എയ്തർ മെയിൽ ഓർ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഒന്നല്ലെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ മെയിൽ പ്ലാന്റും ഉണ്ട്, ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. അതേസമയം എന്താണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്? ദേ ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്സ്. അവരിൽ നമുക്ക് മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും ഒരേ ഫ്ലവറിൽ അല്ലെങ്കിൽ സെയിം ഫ്ലവറിൽ തന്നെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഫ്ലവേഴ്സ് ആണ് ബൈസെക്ഷൽ ഫ്ലവർ. Now question number 21. Banana is a fruit without seed. Give reason. സോ നമ്മളെല്ലാവരും ബനാന കാണുന്നതാണ് അല്ലെ. ബനാനയിൽ ജനറലി നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? സീഡ്സ് കാണാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മെയിൻലി ഇതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാന ഈസ് ആക്ച്വലി എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. യഥാർത്ഥത്തിൽ ബനാന എന്ന് പറയുന്നത് ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ്. അതായത് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു സിംഗിൾ പാരന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ഫ്രൂട്ട് ആണ്. അതുകൊണ്ടാണ് അവരിൽ സീഡ്സ് ഒന്നും ഇല്ലാത്തത്. അവര് ഒരൊറ്റ പാരന്റിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് അവരിൽ സീഡ്സ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. So that's all about very short answer type questions. Now we can move on to the short answer type questions. Question number 22. When you keep food items like bread and fruits outside for a long time, especially during the rainy season, you will observe a cottony growth on them. What is this growth called? How does the growth take place? അപ്പൊ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ജനറലി ഈ ബ്രെഡും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഒരുപാട് സമയം പുറത്തു വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മൾ ഈ മഴക്കാലത്തൊക്കെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിന്റെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു വൈറ്റ് കളർ ഒരു ഗ്രോത്ത്, ഒരു ഔട്ട് ഗ്രോത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അല്ലെ. ഒരു കോട്ടണി പോലെ ഒരു ഔട്ട് ഗ്രോത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഫംഗസ് ആണ്. ആ ഫംഗസിന്റെ പേരാണ് ബ്രെഡ് മോൾഡ്. So this outgrowth is nothing. It is actually a fungus called as bread mold. B question എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ how does the growth take place? എങ്ങനെയാണ് ഈ ബ്രെഡ് മോൾഡ് വളരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഈ ബ്രെഡ് മോൾഡിന്റെ സ്പോർസ് നമ്മുടെ എയറിൽ ഉണ്ടാകും. അപ്പൊ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മോയിസ്ചർ എൻവയൺമെന്റ് ആണ് അല്ലെ. ബ്രെഡ് അതേപോലെ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ മോയിസ്ചർ കണ്ടന്റ് ഉള്ള സബ്സ്റ്റൻസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഈ സ്പോർ, എയറിലുള്ള സ്പോർസ് നേരെ ഈ ബ്രെഡിലേക്ക് വന്ന് വീഴും. എന്നിട്ട് അതിൽ വെച്ച് അത് ജെർമിനേറ്റ് ചെയ്യും. അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ ബ്രെഡ് മോൾഡ് അല്ലെങ്കിൽ ഫംഗസ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് അത് മെയിൻലി വളരുന്നത്. അപ്പൊ നമ്മുടെ എയറിലൊക്കെ ഇതുണ്ട്. ഇപ്പൊ നിങ്ങൾ ബ്രെഡ് ഒക്കെ കുറെ സമയം ഇങ്ങനെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഈ എയറിലുള്ള ബ്രെഡ് മോൾഡിന്റെ സ്പോർസ് അത് ബ്രെഡിൽ വന്ന് വീണ് പുതിയ ഒരു ബ്രെഡ് മോൾഡ് ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ആ ബ്രെഡ് മോൾഡിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റൈസോപ്പസ്. റൈസോപ്പസ് ഓർ ബ്രെഡ് മോൾഡ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ. Now question number 23. Collect some flower of different plants like papaya, rose, mustard, lady's finger, petunia, cucumber, corn, pea, etc. Group them under the following head. സോ നമ്മളോട് ഡിഫറെന്റ് പ്ലാന്റ്സ്, പപ്പായ ഒരു ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. അതിന് പല ഹെഡിങ്ങളായിട്ട് ഗ്രൂപ്പ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദ എ ക്വസ്റ്റ്യൻ ഇസ് which of these plants have unisexual flowers? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്ലാന്റ്സിനാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏത് പ്ലാന്റ്സിനാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ളത്? മെയിൻലി പപ്പായ, കുക്കുംബർ, കോൺ, ഇതിനൊക്കെയാണ് യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ളത്. അതായത് അതിൽ മെയിൽ പ്ലാന്റും ഉണ്ട്, ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. ഈ പപ്പായയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മെയിൽ പ്ലാന്റും ഉണ്ട്, ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. ഫീമെയിൽ പ്ലാന്റ് ആണ് ഫ്രൂട്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് മെയിലും ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ബി, വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് ഹാവ് ബൈസെക്ഷൽ ഫ്ലവർ? അപ്പൊ ഈ ലിസ്റ്റിലെ ഏതൊക്കെ പ്ലാന്റ്സിനാണ് ബൈസെക്ഷൽ ഫ്ലവർ ഉള്ളതെന്നാ ചോദിച്ചിരിക്കുന്നത്. റോസ്, മസ്റ്റാർഡ്, ലേഡീസ് ഫിംഗർ, പെറ്റൂണിയ, പീ, ഇവർക്കെല്ലാം ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ഉള്ളത്.
What is the other name of unisexual and bisexual flower? Unisexual and bisexual ഫ്ലവറിന്റെ മറ്റൊരു പേര് പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു നെയിം ആണ് incomplete flower. So unisexual flowers are also called as incomplete flowers and bisexual flowers are also called as complete flowers. Okay, bisexual flowers നെ നമ്മൾ complete flowers എന്നും unisexual flowers നെ നമ്മൾ incomplete flowers എന്നും വിളിക്കാറുണ്ട്. Now let us move on to the next question, that is question number 24. In the figure given below, label the part marked 1, 2 and 3. So our figure തന്നിട്ടുണ്ട്. So അതിൽ ലേബൽ ചെയ്തിരിക്കുന്ന പാർട്സ് അത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. So let us check it. So what is 1? 1 is actually pollen grain. 1 എന്ന് പറയുന്നത് എന്താണ്? It is pollen grain. Then what is 2? It is pollen tube. സോ ഈ പോളൻ ഗ്രെയിന് നമ്മുടെ സ്റ്റിഗ്മയിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ അത് ജെർമിനേറ്റ് ചെയ്ത് ഒരു ലോങ് ട്യൂബ് ഫോം ചെയ്യും. ആ ലോങ് ട്യൂബിനെ നമ്മൾ പറയുന്ന പേരാണ് പോളൻ ട്യൂബ്. ആ പോളൻ ട്യൂബ് നമ്മുടെ സ്റ്റൈലിലൂടെയൊക്കെ പാസ് ചെയ്ത് നേരെ ഒവ്യൂൾ വരെ എത്തിക്കും. എന്നിട്ട് ഈ പോളൻ ട്യൂബിലൂടെയാണ് പിന്നീട് നമ്മുടെ പോളൻ ഗ്രെയിൻസ് മൂവ് ചെയ്ത് ഒവ്യൂൾ വരെ എത്തുന്നത്. അവിടെ വെച്ച് പോളൻ ഗ്രെയിൻസ് റപ്ചർ ആയിട്ട് ഈ പോളൻസിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ സെക്കൻഡ് വൺ ഇസ് പോളൻ ട്യൂബ് ആൻഡ് ദ തേർഡ് വൺ ഇസ് zygote or egg, which is formed after the process of fertilization. Question number 25. Coconut is a large and heavy fruit. How is it adapted for dispersal by water? നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് അല്ലേ ഈ കോക്കനട്ട്. കേരളത്തിൽ ഒരുപാട് കാണുന്നതാണ്. അപ്പൊ കോക്കനട്ടിന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, നമുക്ക് ഈ വെള്ളത്തിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട് കോക്കനട്ട് കാണാൻ പറ്റും അല്ലെ. വെള്ളത്തിലേക്ക് വീണ ആ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി അത് ഏതെങ്കിലും ഐലൻഡ് റീജിയൻസിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ അത് പിന്നെ ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു കോക്കനട്ട് ട്രീ ആയിട്ട് മാറും. അപ്പൊ കോക്കനട്ട് വളരെ ലാർജ് ഫ്രൂട്ട് ആണ്. പിന്നെ എങ്ങനെയാണ് അതിന് ഇതേപോലെ വാട്ടറിലൂടെയൊക്കെ മൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് മെയിൻലി ഇതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോക്കനട്ടില് നമുക്കൊരു ഫൈബ്രസ് ഔട്ടർ കൂട്ട് ഉണ്ട് അല്ലെ. ആ കോക്കനട്ടിന്റെ ആ ഔട്ടർ കൂട്ട് എന്താണ്? കുറച്ച് ഫൈബ്രസ് ആണ്. അതിന്റെ താഴെയാണ് നമുക്ക് ആ ഹസ്ക് ഒക്കെ കാണാൻ സാധിക്കുന്നത് അല്ലെ. ആ ഹസ്ക് നമ്മൾ കയറൊക്കെ ഉണ്ടാക്കുന്ന ആ ഹസ്ക് ഒക്കെ നമുക്ക് അവിടെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഫൈബ്രസ് കോട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാന് സാധിക്കുന്നത്. ആ ഫൈബ്രസ് ഔട്ടർ കോട്ടാണ് യഥാർത്ഥത്തില് കോക്കനട്ടിനെ വെള്ളത്തിലൂടെ ഫ്ലോട്ട് ചെയ്യാന് സഹായിക്കുന്നത്. അങ്ങനെയാണ് ഇത് വെള്ളത്തിലൂടെ ഫാർ ഓഫ് പ്ലേസസിൽ എത്തുന്നതും അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു കോക്കനട്ട് പ്ലാന്റ് ആയിട്ടൊക്കെ മാറുന്നത്. ഓക്കെ. Question number 26. How does male gamete present in the pollen grains reaches female gamete present in ovule? എങ്ങനെയാണ് പോളൻ ഗ്രെയിനിൽ പ്രസന്റ് ആയിട്ടുള്ള മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റ് ഒവ്യൂളിനകത്തുള്ള ഫീമെയിൽ ഗാമേറ്റിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താ സംഭവിക്കുക? വൺസ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്റ്റിഗ്മയിൽ ഫോൾ ചെയ്യും. ആൻഡ് സ്റ്റിഗ്മയിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്തുകൊണ്ട് അതൊരു ലോങ് ട്യൂബ് ഫോം ചെയ്യും അല്ലെ. ഈ ലോങ് ട്യൂബിനെ നമ്മൾ പറയുന്ന പേരാണ് പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബാണ് പിന്നീട് ഇങ്ങനെ വളർന്ന് അതെവിടെ എത്തുന്നത്? നമ്മുടെ ഒവ്യൂൾസിൽ എത്തുന്നത്. ആൻഡ് വൺസ് അതിങ്ങനെ ഒവ്യൂൾസിൽ എത്തിക്കഴിഞ്ഞാൽ ഫീമെയിൽ ഗാമേറ്റിനോട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് റപ്ചർ ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ഔട്ട് ചെയ്യുന്നത്. സോ പോളൻ ഗ്രെയിൻസ് റിലീസ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പോളൻ ഗ്രെയിൻസ് മെയിൻലി നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് ആയിട്ട് എത്തുന്നത്. സോ വൺസ് ആദ്യം പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ ഫോൾ ചെയ്യും. സ്റ്റിഗ്മയിൽ അത് ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ട്യൂബ് ഫോം ചെയ്യും. ആ ലോങ് ട്യൂബിനെ നമ്മൾ പറയുന്ന പേരാണ് പോളൻ ട്യൂബ്. ആ പോളൻ ട്യൂബ് നമ്മുടെ ഒവ്യൂള് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ് ആ പോളൻ ട്യൂബിലൂടെ മെല്ലെ നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ പാസ് ചെയ്ത് ഒവ്യൂൾസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് റപ്ചർ ചെയ്ത് മെയിൽ ഗാമേറ്റിനെ റിലീസ് ചെയ്യും. ഈ മെയിൽ ഗാമേറ്റ് ആണ് പിന്നീട് ഫീമെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറുന്നത്. ഓക്കെ. Question number 27. How do the plants like sugarcane, potato and rose reproduce when they cannot produce seeds? sugarcane, potato, rose ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനൊന്നും സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും എങ്ങനെയാണ് അവർക്ക് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്.
സോ നമുക്ക് ബേസിക്കലി അറിയാവുന്ന ഒരു കാര്യമാണ് ഇവരെല്ലാവരും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരൊറ്റ മെത്തേഡ് വെച്ചിട്ടാണ്. ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സോ മെയിൻലി ഷുഗർ കെയിൻ ആൻഡ് റോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ദേ ആർ മെയിൻലി റീപ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റെം കട്ടിങ്. സ്റ്റെം കട്ടിങ് ഉപയോഗിച്ചുകൊണ്ടാണ് മെയിൻലി ഷുഗർ കെയിനും റോസും ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു നല്ല മെച്യൂർ ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്ന് ഒരു സ്റ്റെം പോർഷൻ കട്ട് ചെയ്യും. അത് നമ്മളൊരു വേറൊരു റീജിയൻസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെക്കും. അപ്പൊ അവിടെ വെച്ചത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളരും. സോ ആ സ്റ്റെം കട്ടിങ് പിന്നീട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളരുകയാണ് ചെയ്യുന്നത്. സോ അതാണ് മെയിൻലി ഷുഗർ കെയിൻ റോസ് ഒക്കെ നമ്മൾ മെയിൻലി ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം പൊട്ടാറ്റോയുടെ അവസ്ഥ എന്താണ്? പൊട്ടാറ്റോ യഥാർത്ഥത്തിൽ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് അല്ലെ, ഒരു അണ്ടർഗ്രൗണ്ട് പ്ലാന്റ് ആണ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചില നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ ബഡ് പോലത്തെ ചില സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ. ഇതിനെ നമ്മൾ ഐസ് എന്നാണ് പറയാ. അപ്പൊ വൺസ് സോയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ഐസ് എന്ത് ചെയ്യും, അത് സ്പ്രൗട്ട് ചെയ്യും. അത് സ്പ്രൗട്ട് ചെയ്ത് അതിൽ നിന്ന് പുതിയ ഐഡന്റിക്കൽ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, പുതിയൊരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് മെയിൻലി പൊട്ടാറ്റോ ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊന്നും സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടല്ല റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറിച്ച് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ആയിട്ടുള്ള കട്ടിങ്, അതുപോലെ തന്നെ ഈ സ്പ്രൗട്ടിങ് പോലത്തെ മെത്തേഡ്സ് വെച്ചിട്ടാണ് മെയിൻലി ഇവരെല്ലാവരും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. Now question number 28. Mention the benefits of seed dispersal. Seed dispersal-ന്റെ benefits പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് സീഡ് ഡിസ്പേഴ്സലിന്റെ ബെനിഫിറ്റ്സ്? സോ ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് ഇറ്റ് പ്രിവെന്റ്സ് ഓവർ ക്രൗഡിങ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എല്ലാ പ്ലാന്റും ഒരേ സ്ഥലത്ത് വളരുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഓവർ ക്രൗഡിങ് ഉണ്ടാവും അല്ലെ. അപ്പോ ഓവർ ക്രൗഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സീഡ് ഡിസ്പേഴ്സൽ സഹായിക്കുന്നുണ്ട്. കാരണം സീഡ് ഡിസ്പേഴ്സൽ ഉള്ളത് കൊണ്ട് തന്നെ സീഡ്സ് വളരെ ദൂര ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്യപ്പെടും. എന്നിട്ട് ആ ദൂര ലൊക്കേഷനിൽ നിന്നാണ് പിന്നീട് സ്പ്രൗട്ട് ചെയ്ത് വളരുക. അപ്പൊ അത് ഓവർ ക്രൗഡിങ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓവർ ക്രൗഡിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തും പ്രിവെന്റ് ചെയ്യും, കോമ്പറ്റീഷൻ പ്രിവെന്റ് ചെയ്യും. എല്ലാ ചെടികളും ഒരേ സ്ഥലത്ത് വളരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളത്തിനും ന്യൂട്രിയൻസിനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലെ. പക്ഷെ സീഡ് ഡിസ്പേഴ്സലിൽ എന്താ സംഭവിക്കുന്നത്, സീഡ്സ് വളരെ ദൂര ലൊക്കേഷനിലേക്കാണ് ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓവർ ക്രൗഡിങ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇത് എന്തിനു കൂടി സഹായിക്കുന്നുണ്ട്, സീഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷന് സഹായിക്കുന്നുണ്ട്. വൈഡർ ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് ആ പ്ലാന്റുകളെ എത്തിക്കാനും സ്പീഡ് ഡിസ്പേഴ്സൽ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ചാൻസ് ഓഫ് സർവൈവലും ഈ സീഡ് ഡിസ്പേഴ്സൽ കാരണം ഇൻക്രീസ് ആവുന്നുണ്ട്. കാരണം എല്ലാ പ്ലാന്റ്സും ഒരേ സ്ഥലത്ത് വളരുകയാണെങ്കിൽ അവരുടെ സർവൈവൽ ചാൻസ് വളരെ കുറവാണ് അല്ലെ. പക്ഷെ ഇങ്ങനെ വൈഡർ ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് ബെറ്റർ ചാൻസ് ഓഫ് സർവൈവലും കുറച്ചും കൂടി നല്ല രീതിയിൽ ആ പ്ലാന്റ്സിന് വളരാന് സാധിക്കും. Okay, so that's all about short answer type questions. The next type of question that we have to discuss is long answer questions. So question number 29. What is meant by the term fertilization? List the stepwise process leading to the formation of an embryo. So എന്താണ് ഫെർട്ടിലൈസേഷൻ? എംബ്രയോ ഫോർമേഷന്റെ ഒരു സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ പറയാനുമാണ് പറഞ്ഞിരിക്കുന്നത്. So what is fertilization? It is the process by which the male gamete fuses with the female gamete to produce a new cell called zygote. മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെൽ ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഇനി എംബ്രയോ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നത്, അതിന്റെ ലിസ്റ്റ് ഓഫ് ഇവന്റ്സ് ആണ് നമുക്ക് പറയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ സംഭവിക്കുക, പോളിനേഷൻ ആണ് ആദ്യം സംഭവിക്കുക അല്ലെ. സോ ബൈ പോളിനേഷൻ ദ പോളൻ ഗ്രെയിൻസ് ഫസ്റ്റ് ഓഫ് ഓൾ റീച്ചസ് ദ സ്റ്റിഗ്മ. പോളിനേഷൻ വഴി പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്റ്റിഗ്മയിൽ എത്തും. And stigmയിൽ എത്തിക്കഴിഞ്ഞാൽ they will germinate and they will produce the pollen tube. ഈ pollen tube നമ്മുടെ ovary വരെ വളരും. And ഈ pollen tubeലൂടെ നമ്മുടെ pollen grains ovuleൽ എത്തും. And once അത് ovule എത്തിക്കഴിഞ്ഞാൽ pollen grain rupture ചെയ്തുകൊണ്ട് male gametes റിലീസ് ചെയ്യും. ആ male gamete പിന്നീട് നമ്മുടെ female gameteമായി ഫ്യൂസ് ചെയ്ത് zygote ആയിട്ട് മാറും. Okay, so the pollen tube burst, the male gamete comes out of the pollen tube, male gamete
ഫീമെയിൽ ഗാമേറ്റുമായി ഫ്യൂസ് ചെയ്യും ആൻഡ് ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. പിന്നീട് എന്ത് സംഭവിക്കും? The zygote will finally develops into an embryo. This embryo becomes a part of the seed. Embryo എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? സീഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഫൈനലി ഈ സീഡ് ആണ് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എംബ്രയോ ഫോർമേഷനിൽ നടക്കുന്നത്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റെപ്സ്. Now question number 30. Describe the structure of a flower. ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിലും റീപ്രൊഡക്റ്റീവ് പാർട്സും കാണാൻ സാധിക്കും, നോൺ റീപ്രൊഡക്റ്റീവ് പാർട്സും കാണാൻ സാധിക്കും. നമ്മൾ പ്ലാന്റ്സിൽ കാണുന്ന സെപ്പല്, പെറ്റൽ ഇതൊക്കെ പറയുന്നത് എന്താണ്? ദേ ആൾ ആർ നോൺ റീപ്രൊഡക്റ്റീവ് പാർട്സ്. സോ ആദ്യത്തെ ഒരു നോൺ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് സെപ്പൽ. അതായത് നമുക്ക് പ്ലാന്റിലെ ഫ്ലവറിന്റെ ഒക്കെ താഴെ ഒരു ഗ്രീൻ കളർ റീജിയൻ കാണാൻ പറ്റില്ല, ഇങ്ങനെ റൗണ്ടില്. അതിൽ നമ്മൾ പറയുന്ന പേരാണ് സെപ്പൽ. ഗ്രീൻ ലീഫ് ലൈക്ക് ഔട്ടർ മോസ്റ്റ് സർക്കിൾ, ലീഫിനെ പോലെയുള്ള ആ താഴെ കാണുന്ന സർക്കുലർ ഭാഗമാണ് സെപ്പൽ എന്ന് പറയുന്നത്. ഈ സെപ്പലിനെ എല്ലാം ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന ഒരു ടേം ആണ് കാലിക്സ്. All the sepals are together referred to as calyx. ഒരുമിച്ച് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് calyx. The main function of the calyx is to protect the flower when it is in bud form. ആ ഫ്ലവർ ബഡ് ഫോർമിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലവർ ജസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ കാലിക്സ് ആണ്. ആൻഡ് സെക്കൻഡ് പാർട്ടാണ് പെറ്റൽ. നമ്മൾ ഫ്ലവറിൽ കാണുന്ന ആ ഒരു അട്രാക്റ്റീവ് പാർട്ട് ഇല്ലേ, ദാറ്റ് ഈസ് പെറ്റൽ. കളർഫുൾ ആയിട്ടുള്ള ആ പാർട്ട്, റെഡ് യെല്ലോ കളറിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു പാർട്ടാണ് പെറ്റൽ എന്ന് പറയുന്നത്. അത് എവിടെയാണുള്ളത്? ഇറ്റ് ലൈ ഇൻസൈഡ് ദ സെപ്പൽ. സെപ്പലിനകത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പെറ്റൽസ് കാണാൻ സാധിക്കുന്നത്. എല്ലാ പെറ്റൽസിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന ഒരു ടേം ആണ് കൊറൂള. ഓൾ ദ പെറ്റൽസ് ആർ ടുഗെദർ റെഫേർഡ് ടു ആസ് കൊറൂള. ഇതിന് ഒരു പെർട്ടിക്കുലർ സ്മെല്ല് ഉണ്ട്. ആൻഡ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പോളിനേഷൻ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇൻസെക്ട്സിനൊക്കെ അട്രാക്ട് ചെയ്യുന്നത് ഈ പെറ്റൽസ് ആണ്. ഇനി പിന്നെ വരുന്ന രണ്ട് പാർട്സും റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ്. അതിൽ ആദ്യം വരുന്ന ഭാഗമാണ് സ്റ്റേമൻ. ഇറ്റ് ഈസ് ആക്ച്വലി ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് പ്ലാന്റ്. നമ്മുടെ പ്ലാന്റിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമനില് പ്രധാനമായിട്ട് നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് ഫിലമെന്റ് ആൻഡ് ആന്തർ. ഫിലമെന്റ് ആൻഡ് ആന്തർ. അതിന്റെ ആ ഒരു സ്റ്റെം ലൈക്ക് അല്ലെങ്കിൽ സ്റ്റാക്ക് ലൈക്ക് റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഫിലമെന്റ്. ഈ സ്റ്റേമന്റെ സ്റ്റാക്കിന് നമ്മൾ പറയുന്ന പേരാണ് ഫിലമെന്റ്. അതേസമയം അതിന്റെ സ്വള്ളൺ ആയിട്ടുള്ള ആ ടോപ്പ്, ആ സ്റ്റേമൻ, ആ ആന്തർ പോലെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്? ജനറലി നമ്മൾ സ്റ്റേമൻസ് ഈ ഒരു രൂപത്തിലാണ് വരക്കാറുള്ളത് അല്ലെ. അപ്പോ അതിന് എന്ത് പാർട്ട് ഉണ്ടാകും? ജസ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് വരക്കാറുള്ളത്. സോ അതിനൊരു സ്വള്ളൺ പാർട്ട് ഉണ്ട് അതിന്റെ ടോപ്പിൽ. ആ സ്വള്ളൺ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേമൻ. ഓക്കെ, ആന്തർ. ആ സ്വള്ളൺ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ആന്തർ. സോ ആ സ്റ്റാൾക്ക് ഉണ്ട്, അതാണ് ഫിലമെന്റ്, ആൻഡ് ദെൻ സ്വള്ളൺ പാർട്ട് ഈസ് ആന്തർ. ഓക്കെ, ആൻഡ് ആന്തർ കണ്ടെയ്ൻസ് ദ പോളൻ ഗ്രെയിൻസ്. ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. അതാണ് മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പോളൻ ഗ്രെയിൻസ് ആണ് പിന്നീട് ഫൈനലി നമ്മുടെ ഫീമെയിൽ ഗാമേറ്റുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ടൊക്കെ ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് പാർട്ടാണ് പെസ്റ്റൽ, വിച്ച് ഇസ് ആക്ച്വലി ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. പെസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. അത് എവിടെയുള്ളത്? ഇറ്റ് ലൈസ് ഇൻ ദി സെന്റർ ഓഫ് ഫ്ലവർ. ഫ്ലവറിന്റെ സെന്ററിലായിട്ടാണ് ഈ പെസ്റ്റൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ആക്ച്വലി എ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. ഇതെന്താണ്? ഇതൊരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഇത് മെയിൻലി 3 പാർട്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് സ്റ്റിഗ്മ, സ്റ്റൈല് ആൻഡ് ഓവറി. പെസ്റ്റലിൽ നമുക്ക് 3 ഭാഗങ്ങളാണ് കാണാൻ സാധിക്കുക. ദാറ്റ് ഈസ് സ്റ്റിഗ്മ, സ്റ്റൈല് ആൻഡ് ഓവറി. അതിൽ ആ ഏറ്റവും ടോപ്പിലുള്ള സ്റ്റിക്കി പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിഗ്മ. അതാണ് പോളൻ ഗ്രെയിൻസിനെ എല്ലാം റിസീവ് ചെയ്യുന്നത്. സോ പോളൻ ഗ്രെയിൻസിനെ എല്ലാം റിസീവ് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കി പാർട്ടാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അതിന് താഴെ നമുക്ക് കാണാൻ സാധിക്കും ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൈൽ. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി കണക്ട്സ് ദ സ്റ്റിഗ്മ ടു ദി ഓവറി. സ്റ്റിഗ്മയെ ഓവറിയുമായി കണക്ട് ചെയ്യുന്നത്
ഈ സ്റ്റൈലാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് സൊളൺ ബോട്ടം പാർട്ട്. താഴെ കാണുന്ന ഒരു സൊളൺ ബോട്ടം പാർട്ട്, ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ആസ് ദി ഓവറി. ഓവറി. ഈ ഓവറിക്കകത്താണ് ഒവ്യൂൾസ് ഉള്ളത്. ഒവ്യൂൾസിലാണ് നമ്മുടെ ഫീമെയിൽ സെക്സ് സെൽസ് അല്ലെങ്കിൽ എഗ് സെല്ല് ഉള്ളത്. ഓക്കെ. ആൻഡ് ഈ എല്ലാ പാർട്സും ഒരു ഫ്ലവറിന്റെ ബേസിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ആ ബേസ് ഓഫ് ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസെപ്റ്റക്കിൾ. സോ ദ ബേസ് ഓഫ് ഫ്ലവർ ഓൺ വിച്ച് all parts of flower are attached is called as the receptacle. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് receptacle. So that's all about the long answer type questions. Now we have to discuss the last type of question, that is case study based question. Question number 31. Ria went to a plant nursery with her mother. The gardener approached them and asked about their choice of plant. Ria's mother wanted a flowering plant with fragrance. Gardener showed them a plant and told them that this variety has been prepared by a method of vegetative propagation of stems. Ria grew curious and asked some questions to gardener. സോ ആ കേസ് സ്റ്റഡി യഥാർത്ഥത്തിൽ റിയ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന്റെ കേസ് സ്റ്റഡിയാണ് പറയുന്നത്. റിയയും റിയയുടെ മദറും ഒരു നഴ്സറിയിലേക്ക് പോവാണ്. സോ അവിടെ വെച്ചിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സിനെ റിയ കാണാണ്. ആ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സിനെ കാണുന്ന സമയത്ത് റിയ എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് ചോദിക്കുമ്പോൾ ഗാർഡനർ പറയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ റിയ ക്യൂരിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഗാർഡനറിനോട് ചോദിക്കുകയാണ്. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് vegetative propagation? എന്താണ് vegetative propagation? So what is vegetative propagation? It is the process of reproduction in which new plants are produced from different parts of old plants like roots, stem or leaves. Stem, root, leaves തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ പ്ലാന്റ് പാർട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. Then second question, B question. What are the methods of producing new plants using stem? So stem ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് വെജിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? കട്ടിങ്, ഗ്രാഫ്റ്റിംഗ്. ഈ മെത്തേഡൊക്കെ വെച്ച് നമുക്ക് സ്റ്റെമ്മിൽ നിന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി പുതിയ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. The next C question. Name any two plants where this method of reproduction is used. Is this an asexual or sexual method? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കട്ടിംഗ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ അല്ലേ, അതൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹിബിസ്കസ്, റോസ്, ഷുഗർ കെയിൻ. ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഇത് എന്ത് മെത്തേഡാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അസെക്ഷുവൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. What value do you observe in Ria? So that is actually a value based question. അതൊരു വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തെല്ലാം വാല്യൂസ് ആണ് നിങ്ങൾ റിയയിൽ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് വാല്യൂസ് ഉണ്ട് അല്ലേ. വാട്ട് ആർ ദേ? റിയ ക്യൂരിയസ് ആണ്, റിയ വാണ്ട്സ് ടു ഗെയിൻ നോളജ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വാല്യൂസ് റിയക്ക് ഉണ്ട് അല്ല. അപ്പൊ അത് നിങ്ങളുടേതായിട്ടുള്ള വേയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. Now the last question, question number 32. Ravi was sitting in a garden with his family. His younger sister comes running with different type of flowers and starts to name their parts. She stops as she forgets some names, and Ravi, noticing this, comes to help her. Her sister asks many questions related to flowers, and Ravi answers her with all information he has. സോ ഒരു രവി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്ററിന്റെ ഒരു ചെറിയൊരു കേസ് സ്റ്റഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ അവർ ഗാർഡനിൽ കളിക്കുന്ന സമയത്ത് സിസ്റ്റർ ഒരുപാട് ഫ്ലവേഴ്സിനെ കൊണ്ടുവന്ന് അതിന്റെ പാർട്സിനെ കുറിച്ച് പറയുകയും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഈ രവി എന്ന് പറയുന്ന ബ്രദറിനോട് ചോദിക്കുകയാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എ, what is the flower and mention its function during reproduction. So എന്താണ് ഫ്ലവർ ആൻഡ് റീപ്രൊഡക്ഷന്റെ സമയത്ത് ഈ ഫ്ലവറിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. What is the flower? It is the main reproductive part of a plant. It is the main reproductive part of a plant which helps in sexual reproduction. So ഇതിന് എന്തിനാണ് സഹായിക്കുന്നത്? They ensure the
occurrence of the process of fertilization. Fertilization എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? അത് മെയിൻലി നടക്കുന്നത് ഈ ഫ്ലവറിനകത്താണ്. Okay, next question. Flowers help in pollination and fertilization. Yes or no? Give reason. ശരിയാണല്ലേ, ഫ്ലവർ ആണ് പോളിനേഷനും സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷനും സഹായിക്കുന്നുണ്ട്. ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ് അല്ലെ. ഫ്ലവറിന് നല്ല സ്മെല്ലുണ്ട്. ഫ്ലവറിൽ നമുക്ക് നെക്ടർ ഒക്കെ കാണാൻ സാധിക്കും. എന്തിനാണ് ഇത്? ഇത് മെയിൻലി ആരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നത്? മെയിൻലി ഫോർ ദ പ്രോസസ് ഓഫ് പോളിനേഷൻ. പോളിനേഷന് വേണ്ടിയിട്ട് ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സും ഫ്രാഗ്രൻസും എല്ലാം ഉള്ളത്. ഓക്കെ, സോ അത് പോളിനേഷനെ സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഫെർട്ടിലൈസേഷൻ, അത് മെയിൻലി എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഫ്ലവറിലുള്ള ഓവറിക്ക് അകത്താണ് നടക്കുന്നത് അല്ലെ. സോ അതിലും ഫ്ലവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. നൗ ക്വസ്റ്റ്യൻ സി, ഡു ഓൾ ഫ്ലവേഴ്സ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് ഓൺ ദം? സ്പെസിഫൈ. എല്ലാ ഫ്ലവേഴ്സിനും മെയിലും ബോത്ത് മെയിലും ഫീമെയിൽ പാർട്സ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചില ഫ്ലവേഴ്സ് will have either male or female. Such flowers are called as unisexual flowers. ചില ഫ്ലവേഴ്സിന് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്സ് ആണുള്ളത്. അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതേസമയം വേറെ കുറച്ച് ഫ്ലവേഴ്സിന് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് ഉണ്ട് അല്ലെ. മെയിൽ പാർട്സും ഉണ്ട്, ഫീമെയിൽ പാർട്സും ഉണ്ട്. അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. They are having both male and female parts. Now question D, what values are observed in Ravi and his sister? എന്തെല്ലാം values ആണ് നമുക്ക് രവിയിലും അദ്ദേഹത്തിന്റെ സിസ്റ്ററിലും കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ വെരി സിമ്പിൾ. രവി എന്താണ്? ഹി ഈസ് വെരി മച്ച് അവെയർ. ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെ. കാരണം അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസിന് എല്ലാം ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഹി ഈസ് അവെയർ, സിൻസിയർ, ഹെൽപ്ഫുൾ ആണ്, ആൻഡ് ഹി ഹെൽപ്പ് അതേഴ്സ് ആൻഡ് നോളജബിൾ. സിസ്റ്റർ എന്താണ്? ക്യൂരിയസ്, she is inquisitive, and she is ready to acquire new knowledge, and she is observant. So അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. Okay, so that's all about this question, this session. I hope you will have a great day. Best of luck for your exam. Thank you all.